ഗുഡ് മോർണിംഗ്. സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വെൽഫെയർ സ്കീംസ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വെൽഫെയർ സ്കീമിൻ്റെ ഏറ്റവും സ്പെസിഫിക് അല്ലെങ്കിൽ ഫോക്കസ് ഏറ്റവും കൂടുതൽ എത്തേണ്ട ഒരു വിഭാഗമാണ് ഈ കുട്ടികളെന്ന് പറയുന്നത്, അല്ലേ? കാരണം കുട്ടികളാണ് ഭാവിയെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അവർക്ക് സ്വസ്ഥമായ നല്ലൊരു ജീവിതം അവരുടെ കുട്ടിക്കാലത്ത് ലഭ്യമായില്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഭാവിയിലും സംഭവിക്കാം. അതുകൊണ്ട് കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ക്ഷേമപരമായിട്ടുള്ള അവരുടെ സോഷ്യൽ, ലീഗൽ ആൻഡ് കൾച്ചറൽ ആ രീതിയിലുള്ള അവരുടെ റൈറ്റ്സും അവരെ സംരക്ഷിക്കുന്ന നിയമവും അവരുടെ ഒബ്ലിഗേഷൻസും ഒക്കെ ആണ് നമ്മൾ ചർച്ചാ വിഷയം. അത് പ്രത്യേകിച്ച് ICDS എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന് ഏറ്റവും അഭിവാജ്യ ഘടകമാണ് ഈ കുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ചൈൽഡ് റൈറ്റ്സിനെ സംബന്ധിച്ച് നമ്മളൊരു ഡിസ്കഷൻ നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഫോർ എക്സാമിനേഷൻ പർപ്പസ് ആസ് വെൽ ആസ് ഫോർ ജനറൽ പർപ്പസ് ഓൾസോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ചൈൽഡ് റൈറ്റ്സ് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായി വരുന്നു. നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്കെന്താണ് ദ ഇഷ്യൂ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ നമുക്ക് പഠിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് നേരെ കിടക്കാം. A bud of rose was crushed before it bloomed. A kite was torn when about to fly. The budding flower was crushed to ashes and the kite took the soul away. അല്ലേ? ഒരു മൊട്ട് പുഷ്പമാകുന്നതിന് മുമ്പേ തന്നെ അതിനെ ചതച്ചരച്ചു. അതോടൊപ്പം പറക്കാൻ തുടങ്ങുന്ന ഒരു പട്ടത്തെ അവിടെ വെച്ച് കീറിക്കളഞ്ഞു. അങ്ങനെ ചതച്ചരച്ച് ആ പൂ ചാരമാവുകയും അതിൻ്റെ ആത്മാവ് ആ കീറിക്കളഞ്ഞ് ആ പട്ടം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോവർബ് അല്ലെങ്കിൽ ഒരു കൊട്ടേഷനാണ്. നോക്കൂ, എ ബഡ് ദാറ്റ് ഈസ് അബൌട്ട് ടു ബ്ലൂം എന്ന് പറയുമ്പോൾ തന്നെ വിരിയാനായി കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഒരു ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യലിൽ ഒരു ബാലൻ അല്ലെങ്കിൽ കുട്ടിക്ക് എത്രത്തോളം അവൻ്റെ പൂർണ്ണ പ്രാപ്തിയിലേക്ക് വരാൻ സാധിക്കും, അതിനോടുള്ള ഒരു കുതിപ്പിനായി കാത്തു നിൽക്കുന്ന ഒരു കുട്ടിക്കാലത്തെ പല രീതിയിലും കൊണ്ട് ചതച്ചരയ്ക്കുമ്പോൾ അവൻ്റെ അഭിലാഷങ്ങളും അവൻ്റെ ജീവിത ലക്ഷ്യവുമൊക്കെ അവൻ്റെ ആത്മാവ് തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥ, അവൻ്റെ അവസരങ്ങളാകുന്ന പട്ടങ്ങൾ ഇല്ലാതാകുമ്പോൾ ആത്മാവ് മാത്രം പറന്നകലുന്ന ഒരു സാഹചര്യം. പല ബാലാവകാശ പ്രശ്നങ്ങളിലും, അല്ലേ, ബാലാവകാശം അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് സമൂഹത്തിൽ തന്നെ. ഇപ്പോൾ പോക്സോ കേസുകളൊക്കെ നമുക്ക് അറിയാം എത്രത്തോളമാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെന്നും. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് കുട്ടികളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ദേ ആർ വൾനറബിൾ എന്നാണ് പറയുന്നത്. ദേ ആർ ഫ്രജൈൽ. ഏറ്റവും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗം ആണ് കുട്ടികൾ എന്നൊരു ധാരണയിലും സത്യം ഏകദേശം അതുകൊണ്ടാണല്ലോ ദേ ആർ പ്രോൺ ടു മെനി അറ്റാക്സ് ഇൻ മെനി ഫോംസ് ഇൻക്ലൂഡിങ് സെക്ഷുവൽ അറ്റാക്സ്. അപ്പം അതുകൊണ്ടാണ് കുട്ടികളെ ഇങ്ങനെ എന്താണ് അവർ ഏറ്റവും കൂടുതൽ ദേ ആർ ബിക്കമിങ് ദ പ്രേ ടു ദീസ് ആൻറ്റി സോഷ്യൽ ഇൻസിഡൻറ്റ്സ്. അങ്ങനെ വരുമ്പോൾ അത് അവരുടെ ജീവനെയോ അതോടൊപ്പം വളർച്ചയോ ബാധിക്കും. ഒരു ട്രോമയോടുകൂടി വളരുന്ന എത്രയോ ബാലന്മാർ, എത്രയോ കുട്ടികളുണ്ട്. അപ്പം ഇതിനെയൊക്കെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ മുതിർന്നവർ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ട് അഡൽട്ട്ഹുഡിലേക്ക് വരുന്നവർ തിരിച്ചറിയണം. കാരണം ഇനിയുള്ള തലമുറയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കരുത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, അവരെ സംരക്ഷിക്കേണ്ട ഉപാധികളും ഉത്തരവാദിത്വവും സമൂഹത്തിനുണ്ട് എന്നും അതോടൊപ്പം തന്നെ അവരെ അഡ്രസ്സ് ചെയ്യേണ്ട നിയമങ്ങൾ കാർക്കശ്യമുള്ളതായിരിക്കണമെന്നും വ്യവസ്ഥാപിതമായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ നേരത്തെ വൈ ദേ ആർ വിക്ടിംസ് ബിക്കോസ് ദേ ആർ സോഫ്റ്റ് ടാർജറ്റ് ഓഫ് ദി പെർപെട്രേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് they do not understand the gravity of the attack that is committed on them. അത് കുറച്ച് കഴിയുമ്പോഴേ അവർക്കത് മനസ്സിലാകത്തേ ഉള്ളൂ. അപ്പോഴേക്കും അത് ട്രോമറ്റൈസ്ഡ് ആകും. ആ രീതിയിലാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഈ കുട്ടികളെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ കുട്ടികളെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ കുട്ടി എന്താണ്, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് വേർതിരിക്കുക എന്നാണ്. ഇപ്പോൾ ചിലർ പറയുന്നത് മാട് പോലെ വളർന്ന്
എന്നാൽ ഇപ്പോൾ കുട്ടികളുടെ സ്വഭാവം മാത്രം ഇങ്ങനെ പ്രായമായി ഇപ്പോഴും പൂച്ചയുടെയും പട്ടിയുടെയൊക്കെ പുറകെ നടക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇഷ്ടം പോലെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടാകും. അങ്ങനെയൊക്കെ വെച്ചൊരു മെൻ്റൽ മെച്യൂരിറ്റി വെച്ചിട്ട് ഒരു കുട്ടിയെ അളക്കാൻ നിന്നാൽ പൊതുവെ എല്ലാവരും ആ വിഭാഗത്തിലേക്ക് വരുന്ന ഒരു വ്യവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് ബയോളജിക്കലായിട്ട് പ്രായപരിധി വെച്ചിട്ട് പറഞ്ഞു ഓക്കെ, ഒരു എലിമെൻ്ററി എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ദിസ് ഈസ് ദ ബേസ് ഇയർ. അങ്ങനെയാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളെയും കുട്ടികളായിട്ടാണ് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ആര് കണക്കാക്കി? ഞാനിവിടെ എന്ന് പറയാം ഇനി മുതൽ 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും കുട്ടികളായിരിക്കും ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പം പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട്, അന്താരാഷ്ട്ര കൺവെൻഷനിലൂടെ. എങ്ങനെ? ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് 1989 കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് ഏറ്റവും പ്രധാനമായ ബാലാവകാശത്തെ സംബന്ധിച്ച്, ബാലസൗഹൃദത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഉടമ്പടിയാണ് UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്. ഈ കൺവെൻഷൻ പ്രകാരമാണ് ആദ്യമായി ഒരു ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ ചൈൽഡ് എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും കുട്ടികളായി കണക്കാക്കണമെന്ന് പറയുന്നത് ഈ ഒരു ഉടമ്പടി പ്രകാരമാണ്. അത് നവംബർ 20 ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്ന 1959 നടന്നതിൻ്റെ 30ാം വാർഷികത്തിൽ 1989 ഈ കൺവെൻഷൻ രൂപീകരിക്കുന്നത്, ഈ കൺവെൻഷൻ വിളംബരം ചെയ്യുന്നത്. അപ്പം നവംബർ 20 1989. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ലോക ശിശുദിനമായിട്ട് നവംബർ 20 നമ്മൾ ആചരിക്കും. അപ്പം അതിൻ്റെ ഭാഗമായാണ് UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് വന്ന ദിവസത്തെ കമ്മമറേറ്റ് ചെയ്യാനായിട്ട് 30ാം വാർഷികം ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിൻ്റെ 30ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ UNCRC വരുന്നത്. അതിൽ ചൈൽഡ് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടി എന്ന് നിർവചിക്കുന്നതെന്ന് പറയുന്നു. So it is an international legal instrument accepted and ratified by most of the countries. ഇത് പ്രകാരം ഈ UNCRC എന്താണെന്ന് നമുക്ക് നോക്കണം. Is an international statement of the civil, political, economic, social and cultural rights of children. എത്ര റൈറ്റ്സ് ആണ് നോക്കും? സിവിൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ഓഫ് ദി ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടി, അന്താരാഷ്ട്ര പ്രഖ്യാപനമാണത്. അപ്പോൾ UN General Assembly adopted this convention and opened it for signature on 20th November 1989, the 30th anniversary of Declaration of Rights of the Child. ഇതിലാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. 20 നവംബർ 1989. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യും, ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതിൽ certain ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ UNCRC എന്ന് ഞാൻ ഇനി ചുരുക്കപ്പേര് പറയും, കാരണം എപ്പോഴും യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്ന് എപ്പോഴും പറയുമ്പോൾ സമയം കുറേ പോകും. അപ്പോൾ UNCRC എന്നൊക്കെ പറയാം. UNCRCയിൽ പ്രധാനപ്പെട്ട കുട്ടികളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവർക്ക് ഒരു തരത്തിലുള്ള വിവേചനം നേരിടാതെ തന്നെ, ഇറസ്പെക്റ്റീവ് ഓഫ് the child who is below the age of 18 years, regardless of race, color, gender, language, religion, opinions, origin, wealth, birth status or ability, and therefore rights apply to all children everywhere. ഇല്ലേ? ഒരു വ്യത്യാസവുമില്ലാതെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ കഴിവുള്ളതോ കഴിവില്ലാത്തതോ എന്നോ സമ്പത്തുള്ളവരെന്നോ വർണ്ണത്തിൻ്റെ പ്രാധാന്യം കൊണ്ടോ ജെൻഡർ അനുസരിച്ചോ ഭാഷാ വ്യത്യാസം ഒന്നും കണക്കാതെ എല്ലാം ഒരു വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അവകാശങ്ങൾ അവർക്ക് അനുഭവവേദ്യമാകണം എന്ന് പറയുന്നു. അല്ലേ? ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ കുട്ടികൾക്ക് ഈ ഉടമ്പടി എല്ലാ കുട്ടികൾക്കും ആപ്ലിക്കബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ്? ഈ UNCRCയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. അപ്ലൈസ് ഈക്വലി ടു ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് above the age of up to the age of 18, not above the age, up to the age of 18, even if they are married or already have children of their own. ഇപ്പോൾ 18 വയസ്സ് നമ്മൾ ചില രാജ്യങ്ങളിലും ചിലയിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുമ്പേ മാതാപിതാക്കളാകുന്ന കുട്ടികളുണ്ട്, അല്ലേ? 18 വയസ്സെന്ന നിർവചനം. അങ്ങനെയാണെങ്കിൽ കൂടിയും 18 വയസ്സ് വരെയുള്ള എല്ലാവരും, എവറി ബോയ് ആൻഡ് ഗേൾ ഈസ് എ ചൈൽഡ്. അതെൻ്റെ പ്രത്യേകത. 2, the convention is guided by the principle of the best interest of the child and non-discrimination and respect for views of the child.
ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോസാണ്. ഇത് ഈ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതെന്നൊരു അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ദ വ്യൂസ് ഓഫ് ദി ചൈൽഡ്. ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്, കുട്ടികളുടെ അവന് ഹിതമായതെന്തോ അത് നൽകുക എന്നാണ്, അവന് പ്രിയമായതല്ല. ഇപ്പം ബാലസൗഹൃദം, ചൈൽഡ് ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ചൈൽഡ് ഫ്രണ്ട്ലി, അവന് ഗുണകരമെന്ന് എപ്പോഴും ചോക്ലേറ്റ് മേടിച്ചു കൊടുത്ത് കുട്ടികൾക്ക് സന്തോഷം വാരി വിതറിക്കൊണ്ടിരുന്നാൽ അത് ചൈൽഡ് ഫ്രണ്ട്ലി ആണോ? അത് കുട്ടികളുടെ ഹിതത്തിനനുസൃതമാണോ? അതല്ല. ജീവിത യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അവൻ്റെ അവകാശങ്ങളിലും അവൻ്റെ സ്വാതന്ത്ര്യത്തെയും സംരക്ഷിച്ചുകൊണ്ട് വേണം ഒരു ബാലസൗഹൃദം അല്ലെങ്കിൽ കുട്ടികളെ പരിപാലിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പം ഹിതകരമായിട്ടുള്ള ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡാണ് ഇവിടെ ഹൈലൈറ്റ്. പിന്നെ വരുന്നത് നോൺ ഡിസ്ക്രിമിനേഷൻ, ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. ആൻഡ് റെസ്പെക്ട് ഫോർ ദ വ്യൂസ് ഓഫ് ദ ചൈൽഡ്, കുട്ടികൾ അവരുടെ അറിവ് അല്ലെങ്കിൽ അവരുടെ നിഷ്കളങ്കതകൾ കൊണ്ട് പലതും പറയും അല്ലേ. അപ്പം അതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ തന്നെ അങ്ങനെ പറയല് എന്ത് പ്രത്യേകം എല്ലാവരും മുന്നിൽ അയ്യോ എന്താ ഈ പറയുന്നത്, കുട്ടിക്ക് ഇത്ര പെട്ടെന്ന് എന്താണ് പ്രായമായോ എന്നൊക്കെ പറയുന്ന പോലെ എന്ന രീതിയിലൊക്കെ കുട്ടികളെ അവൻ്റെ അഭിപ്രായം പുറത്ത് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അടിച്ചമർത്തപ്പെടുകയാണെങ്കിൽ അവൻ വളർന്നു വരുമ്പോൾ ഒരു വേദിയിലും ഒരു അഭിപ്രായം പറയാൻ പോലും മടിക്കുന്ന ആൾക്കാരുടെ കുട്ടിക്കാലം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം, നമുക്ക് സംസാരിക്കാം, സ്നേഹത്തോട് തന്നെ കുട്ടികളടുത്ത് പറയാം, എന്താണ് ഇങ്ങനെയല്ല മോനെ, ഇതിങ്ങനെയാണ് കാര്യം, ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം കുട്ടികളുടെ അവരുടെ ഒപ്പീനിയൻ എന്തുമായിക്കോട്ടെ, ഇപ്പോൾ ഒരു കാർട്ടൂൺ സംബന്ധമായിട്ടൊരു അടിയായിരിക്കാം, അല്ലെങ്കിൽ പുരാണങ്ങൾ സംബന്ധിച്ചുള്ള അടിയായിരിക്കാം, രാഷ്ട്രീയപരമായിട്ട് അവർ ടി വി കാണുന്ന അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ മാനിക്കണം. ഇപ്പോൾ സ്കൂൾ വിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് എന്താണ്, ആ സ്കൂൾ വിട്ട് വന്ന കുട്ടികൾ എന്തെങ്കിലും കാര്യം ചോദിക്കുക, എന്തൊക്കെ മോനെ എന്താ സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഹൗ വാസ് യുവർ ഡേ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളെപ്പോഴും ചോദിക്കേണ്ടതാണ് കുട്ടികളുടെ അടുത്ത്. അപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുകയും ഇനി മേലെ നാവ് ഉയർത്തിപ്പോലും നീ ഇത്തിരി കൂടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന രീതി കുട്ടികളാണ് ഉദ്ദേശിച്ചത്. അപ്പം അവരുടെ മനസ്ഥിതി മനസ്സിലാക്കി അവരോട് പെരുമാറുക എന്നാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡും നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ദ വ്യൂസ് ഓഫ് ദ ചൈൽഡ്. മൂന്നാമത്തെ കാറ്റഗറി പറയുന്നു ഇറ്റ് എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ആൻഡ് നീഡ് ടു ക്രിയേറ്റ് എൻ എൻവയോൺമെന്റ് ദാറ്റ് ഈസ് കൺഡ്യൂസീവ് ടു ദ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. There is a need of a family for the conducive and healthy growth and development of the children. കുട്ടികളുടെ വളർച്ചയിൽ ഒരു കുടുംബത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാപ്പി പാരൻസ് ക്രിയേറ്റ്സ് ഹാപ്പി വേൾഡ് എന്നാണ് പറയുന്നത്. ഇതാണ് അവർക്കുണ്ടാകുന്ന സന്തതികളും അവർക്ക് ജീവിതത്തിൽ അവർ സന്തോഷമാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ടോക്സിസിറ്റി എന്ന് പറയുന്നത് അബ്യൂസീവായിട്ടുള്ളൊരു റിലേഷൻ ആണെങ്കിൽ അവരുടെ കുട്ടികളുടെ പേഴ്സണാലിറ്റിയിലെയും അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം ഒരുക്കി കൊടുക്കുക കുട്ടികളുടെ സമ്പൂർണ്ണമായ ഉന്നമനത്തിനായിട്ട്. അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് UNCRC പറയുന്നു. ആൻഡ് ഇറ്റ് ഒബ്ലിഗേറ്റ്സ് ദി സ്റ്റേറ്റ് ടു റെസ്പെക്ട് ആൻഡ് എൻഷുർ ദാറ്റ് ചിൽഡ്രൻ ഗെറ്റ് എ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഡീൽ ഇൻ സൊസൈറ്റി. കുട്ടികൾക്ക് സമൂഹത്തിന് കുട്ടികൾ അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം കുട്ടികൾക്ക് ലഭ്യമാകണം, അല്ല ആ ഒരു പ്രാധാന്യം ലഭ്യമാകണം എന്നും അത് ഉറപ്പുവരുത്തേണ്ടത് അതാത് രാജ്യങ്ങളുടെ കടമയാണ് എന്നും ഈ UNCRC പറയുന്നു. അപ്പോൾ ഈ 4 പ്രിൻസിപ്പിൾസും UNCRCയുടെ അഭിവാജ്യ ഘടകങ്ങളാണ്. അപ്പം സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഈ കാര്യങ്ങളിലാണ് അത് നിലനിൽക്കുന്നത്. നോക്കൂ, ഈ UNCRC ബേസ് ചെയ്തിട്ടാണ് എല്ലാവിധ ബാലസൗഹൃദമായ നിയമങ്ങളും ചൈൽഡ് ഫ്രണ്ട്ലി ലോസ് അല്ലെ കുട്ടികൾക്കായിട്ട് അനുബന്ധമായ നിയമങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു ഉടമ്പടിയെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി പദ്ധതികളുടെ പേരുകൾ മാത്രം പഠിച്ചാൽ മതിയാകും. കാരണം ബാക്കിയെല്ലാം ഇതിൻ്റെ ബേസിലാണ് പിന്നെ വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ മാത്രമല്ല ഈ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് മാത്രമല്ലാതെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളെ നേരത്തെ നമ്മൾ പറഞ്ഞു 4ആയി തിരിക്കുന്നു എന്ന് പറഞ്ഞു. പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടു അല്ലേ. 4 സെറ്റ് ഓഫ് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്നു. ഈ 4 അവകാശങ്ങളും ഈ 4 കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. സർവൈവലായിട്ട് ഈ അവകാശങ്ങളെ വീണ്ടും 4ആയിട്ട് തിരിച്ചിരിക്കുന്നു.
റൈറ്റ്സ് ഓഫ് സർവൈവൽ എന്ന് പറഞ്ഞു, റൈറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു, റൈറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു, റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. റൈറ്റ് ടു സർവൈവൽ, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. ഈ 4ആയിട്ട് തിരിക്കുന്നു. ഈ 4ലും ആ ഹെഡിൻ്റെ കീഴിൽ വരുന്ന അത്രയും അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. അതിലൊന്ന് സർവൈവലെ സംബന്ധിച്ച് എന്താ പറയുന്നത് നോക്കൂ. സർവൈവൽ എന്താ പറയുന്നത് നോക്കൂ. ഒക്കെ എന്താണ്? നിലനിർത്തുക, സസ്റ്റെയിൻ ചെയ്യുക എന്നാണ് സർവൈവൽ. അതിനുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് വരിക? റൈറ്റ് ടു ലൈഫ്, ജീവിക്കുവാനുള്ള അവകാശം. ദ ഹയസ്റ്റ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത്, പൂർണ്ണമായ ആരോഗ്യത്തോട് പൂർണ്ണവികാസം എത്രത്തോളം എത്താൻ സാധിക്കുമോ അത്രത്തോളം ആ കുട്ടിക്ക് അതിനൊരു ആക്സസിബിലിറ്റി ഉണ്ടാവണം, അല്ലേ? പരിപൂർണമായ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ക്രിയാത്മകമായിട്ട് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഹയസ്റ്റ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് ന്യൂട്രീഷനാണ്, അവർക്ക് വേണ്ട പോഷകാഹാരം. റൈറ്റ് ഓഫ് സർവൈവൽ, എത്ര കുട്ടികൾക്കുണ്ട് പോഷകാഹാരം കിട്ടാതെ, ആഹാരം കിട്ടാതെ തന്നെ മരിച്ചു പോകുന്ന എത്രയോ കുട്ടികളുണ്ട് യുനിസെഫിൻ്റെ കണക്ക് പ്രകാരം. അപ്പം ന്യൂട്രീഷൻ ഈസ് ആൻ എസെൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ ദ റൈറ്റ് ടു സർവൈവൽ. അഡീക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അല്ലേ? സമാനമായ രീതിയിൽ ഒരു ജീവിത നിലവാരം ഉണ്ടായിരിക്കണം കുട്ടികൾക്ക്. എന്താണ്? ഫുഡ്, ഷെൽട്ടർ ആൻഡ് ഡ്രസ്. ഇതാണ് ബേസിക് നെസസിറ്റീസിനെ അഡ്രസ്സ് ചെയ്യുക. അഡീക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് പ്ലസ് എഡ്യൂക്കേഷൻ ഓൾസോ, അതും പറയാം നമുക്ക്. പിന്നെ എ നെയിം ആൻഡ് എ നാഷണാലിറ്റി. ഏറ്റവും പ്രധാനം മാൻഡേറ്ററി, ദ ചിൽഡ്രൻ ഷുഡ് ഹാവ് ആൻ ഐഡൻറ്റിറ്റി. ഈ CRC പറയുന്നു, കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ പറയുന്നു, ചിൽഡ്രൻ ഷുഡ് ഹാവ് ആൻ ഐഡൻറ്റിറ്റി ആൻഡ് ഷുഡ് ബി രജിസ്റ്റേർഡ്. അപ്പോൾ കുട്ടിക്ക് ഒരു പേരുണ്ടായിരിക്കണം, പിന്നെ ആ ഒരു നാഷണാലിറ്റി നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ഏത് രാജ്യത്താണ് കുട്ടി ജനിച്ചതെന്നും കുട്ടിക്കൊരു പേരും തിരിച്ചറിയാനൊരു പേരും ഉണ്ടായിരിക്കണം. ഇത് പ്രകാരം ആണ് പല കുട്ടികൾക്കും അതിനു മുമ്പേ നമ്മൾ പേരിടാറുണ്ട്, എന്നിരുന്നാലും പറയുകയാണ് എ നെയിം ആൻഡ് നാഷണാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എന്താണെന്നറിയോ, റെഫ്യൂജീസ് ആയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറി പാർക്കുന്നവരുണ്ട്, അല്ലേ? രാജ്യങ്ങളിലെ ആഭ്യന്തര കലാപം കാരണം പലവരും പല രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇവരെ തിരിച്ചറിയണം, അവർക്ക് വേണ്ട രേഖകളുണ്ടാകണം. നെയിംലെസ്, ഐഡൻറ്റിറ്റി ഇല്ലാതിരിക്കുന്ന, അല്ല ഇന്ന രാജ്യത്തിന് കാണിക്കുന്ന ഒരു പ്രൂഫോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ കുട്ടി വരികയാണെങ്കിൽ ആരും അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയില്ല. ആ കുട്ടി ഉപേക്ഷിച്ച രീതിയിലായിരിക്കും ആ കുട്ടിയെ പിന്നെ കാണുക. സിവിൽ ഡെത്ത് സംഭവിച്ച ഒരു കുട്ടിയായിട്ട് പരിഗണിക്കും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഹാവ് എ നെയിം ഫോർ എ ചൈൽഡ് ആൻഡ് ഓൾസോ ടു ഹാവ് എ നാഷണാലിറ്റി. ആൻഡ് സോ റൈറ്റ് ടു സർവൈവൽ ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ലൈഫ്, ദ ഹയസ്റ്റ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത്, ന്യൂട്രീഷൻ, അഡീക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ടു ഹാവ് എ നെയിം ആൻഡ് എ നാഷണാലിറ്റി. ദാറ്റ് ഈസ് റൈറ്റ് ടു സർവൈവൽ. റൈറ്റ് ടു ഡെവലപ്മെൻറ്റിൽ അവൻ്റെ വികാസത്തിന്. അപ്പോൾ ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. റൈറ്റ് ടു ഡെവലപ്മെൻറ്റിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത്. പിന്നെ സപ്പോർട്ട് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി, റൈറ്റ് ടു ലെഷർ, റിക്രിയേഷൻ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. 52-54 പ്രിൻസിപ്പിൾ UNCRCയിൽ വന്ന പ്രിൻസിപ്പിൾസ് ഈ കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ റൈറ്റ് ടു ലെഷർ, റീക്രിയേഷൻ, വിനോദത്തിനായിട്ടുള്ള അവകാശം, കുട്ടികൾക്ക് കളിക്കുവാനും അവരുടെ സർഗാത്മകത ഉണർത്തുവാനൊക്കെയുള്ള ഒരു അവകാശം. റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡ്സ് ഫ്രീഡം ഫ്രം ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, എല്ലാ ചൂഷണങ്ങളിൽ നിന്നും കുട്ടിക്ക് സംരക്ഷണം. അബ്യൂസ് അല്ലേ, കുട്ടിയെ ഉപദ്രവിക്കുക, അബ്യൂസ് ചെയ്യുക, ചൈൽഡ് അബ്യൂസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ. ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിങ് ട്രീറ്റ്മെൻറ്റ്, നെഗ്ലക്റ്റ്, ഉപേക്ഷ, കുട്ടികളെ പരിഗണിക്കാതിരിക്കുക, അതിൽ നിന്നുമൊക്കെ കുട്ടികളെ രക്ഷപ്പെടുത്തുക. പിന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് സച്ച് ആസ് സിറ്റുവേഷൻസ് ഓഫ് എമർജൻസി ആൻഡ് ആംഡ് കോൺഫ്ലിക്റ്റ് ഇൻ കേസ് ഓഫ് ഡിസേബിലിറ്റി എക്സെട്ര. യുദ്ധം, ആഭ്യന്തര കലാപമൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകി കുട്ടികളെ സംരക്ഷിക്കണം എന്നും ഇത് പറയുന്നത് റൈറ്റ് ടു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. റൈറ്റ് ടു പാർട്ടിസിപ്പേഷനിൽ എന്തൊക്കെ വരും നോക്കും. റെസ്പെക്ട് ഫോർ ദ വ്യൂസ് ഓഫ് ദ ചൈൽഡ് നമ്മൾ കണ്ടു. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവർക്കുള്ള പരിഗണന. ആക്സസ് ടു അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ, കുട്ടികൾക്ക് ശരിയായ അറിവ് പറഞ്ഞു കൊടുക്കുക, ശരിയായ കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടാനുള്ള അവരുടെ അവകാശമാണ്. ഫ്രീഡം ഓഫ് തോട്ട്, കോൺഷ്യൻസ് ആൻഡ് റിലീജിയൻ, കുട്ടിക്ക് അവന് ഇഷ്ടമുള്ള മതം, അവൻ്റെ മനസാക്ഷിക്കനുസരിച്ച് അവൻ്റെ ചിന്തകൾക്കനുസരിച്ച് അവനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മതമില്ലാതെയും ഇരിക്കാം. അതാണ് ഫ്രീഡം ഓഫ് തോട്ട്, കോൺഷ്യൻസ് ആൻഡ് റിലീജിയൻ എന്ന്
പറയുന്നത്. എന്നാൽ റൈറ്റ് ടു പാർട്ടിസിപ്പേഷനിൽ ഇത്രയും ഭാഗങ്ങളാണ് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. നോക്കൂ, കുട്ടികൾ എന്ന് പറയുന്നത് ഖലീൽ ജിബ്രാൻ്റെ ഒരു വരികളുണ്ട്, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കുട്ടികൾ അല്ലെ, ജിബ്രാൻ്റെ അടുത്ത് ഒരമ്മ ഒരു കുട്ടിയെ മടിയിലിരുത്തി ജിബ്രാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രാൻ, കുട്ടികളെ പറ്റി പറയൂ. അപ്പം ജിബ്രാൻ പറയുകയാണ്, ഈ കുട്ടി നിങ്ങളുടേതല്ല, നിങ്ങളിലൂടെ വന്നു പക്ഷെ നിങ്ങളുടേതല്ല. he or she, the child came through you, but he is not, or he or she is not from you. അവൻ്റേതായ ആസ്പിറേഷൻസും അവൻ്റേതായ സാധ്യതകളും പൊട്ടൻഷ്യാലിറ്റീസും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പ്രത്യേക കർത്തവ്യമായിട്ട് അവർക്ക് പറയാം. അതിനു വേണ്ടിയിട്ട് അവൻ ഭൂജാതനായ, നിങ്ങളിലൂടെ ഭൂജാതനായതാണ്. അവന് നിങ്ങളുടെ സ്നേഹവും സംരക്ഷണവും ഒക്കെ നൽകാം, പക്ഷെ നിങ്ങളുടെ ചിന്തകൾ അവനിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കൂ എന്ന് പറഞ്ഞ ഖലീൽ ജിബ്രാൻ്റെ പ്രശസ്തമായ വചനങ്ങളുണ്ട്. അതുതന്നെയാണ് ഇവിടെ അവകാശങ്ങളുടെ ഭാഗത്ത് പറയുന്നത്. റെസ്പെക്ട് ഫോർ ദ വ്യൂസ് ഓഫ് ദ ചൈൽഡ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആക്സസ് ടു അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ, ഫ്രീഡം ഓഫ് തോട്ട്, കോൺഷ്യൻസ് ആൻഡ് റിലീജിയൻ. ഇത്രയും ഭാഗങ്ങൾ ഇതിൻ്റെ അവകാശങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഓൾ റൈറ്റ്സ് ആർ ഡിപ്പെൻഡൻറ്റ്. ഇപ്പോൾ ഇത്രയും നമ്മൾ ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ കൂടിയും ദേ ആർ ഓൾ ഡിപ്പെൻഡൻറ്റ് ടു ഈച്ച് അതർ അല്ലേ. ഈ പറഞ്ഞ സർവൈവലും ഡെവലപ്മെൻറ്റും ഈ പറയുന്ന പാർട്ടിസിപ്പേഷനും ഇതൊക്കെ കൂടിയതാണ്. അത് ദേ ആർ ഡിപ്പെൻഡൻറ്റ് ടു ഈച്ച് അതർ. അങ്ങനെ വരുമ്പോൾ തന്നെ ബിക്കോസ് ഓഫ് ദെയർ നേച്ചർ ഓഫ് ഓൾ റൈറ്റ്സ് ആർ ഡിവൈഡഡ് ടു. കാരണം ഇതെന്നെ എല്ലാം ശരിക്കും പറഞ്ഞ അവകാശങ്ങൾ പ്രകൃത്യ 2ആയിട്ട് തിരിച്ചു. ഇമ്മീഡിയറ്റ് റൈറ്റ്സ്, പെട്ടെന്ന് അല്ലെ, എന്താണ് ഏറ്റവും ആവശ്യകതമായ അത്യാവശ്യമായി വേണ്ട അവകാശങ്ങളാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അതിലാണ് ഇൻക്ലൂഡ് സച്ച് തിങ്സ് ആസ് discrimination, punishment, right to a fair hearing in criminal cases, separate system of juvenile justice, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക juvenile justice system, right to life, right to nationality, right to reunification with the family. ഇപ്പോൾ എന്താണ് ബജ്രംഗി ഭായ്ജാൻ എന്നുള്ള സൽമാൻ ഖാൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു അല്ലേ, നിങ്ങൾ മെജോറിറ്റി യു വുഡ് ഹാവ് സീൻ ദാറ്റ് ഫിലിം. അതിനകത്ത് തന്നെ കുട്ടിയെ തിരിച്ച് കുട്ടികളുടെ പാരൻസ് പാകിസ്ഥാനിലുള്ള അവരുടെ രക്ഷകർത്താക്കൾ കുട്ടിയെ ഏൽപ്പിക്കുക, അതിൻ്റെ കുറേ ഇവൻറ്റ്സ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പം ഇതെല്ലാം കുട്ടികളുടെ ഒരു അവകാശമാണ്. അത് ഇമ്മീഡിയറ്റ് റൈറ്റാണ്. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിൽ ഈ പറയുന്ന കാര്യങ്ങൾ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം, ഫെയർ ഹിയറിംഗ്, ഡിസ്ക്രിമിനേഷൻ, പണിഷ്മെൻറ്റ് എന്നാണ്. ഇമ്മീഡിയറ്റ് റൈറ്റ്സ് ഇൻക്ലൂഡ് സച്ച് തിങ്സ് അഡ്രസ്സിങ് ആൻഡ് പ്രൊഹിബിറ്റിംഗ് ഡിസ്ക്രിമിനേഷൻ എന്ന രീതിയിൽ വായിക്കണം. ഗിവിംഗ് പണിഷ്മെൻറ്റ് ആൻഡ് റൈറ്റ് ടു ഫെയർ ഹിയറിംഗ്, ഈ ഭാഗമൊക്കെ ഇമ്മീഡിയറ്റ് റൈറ്റ്. മോസ്റ്റ് പ്രൊട്ടക്ഷൻ റൈറ്റ്സ് fall within the category of immediate rights and therefore demand immediate attention and intervention. Those rights which demands immediate attention and intervention, ഇപ്പോൾ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം. അപ്പോൾ യുദ്ധം നടക്കുന്ന സംഭവങ്ങളിലൊക്കെ കുട്ടികളുടെ ജീവന് ഭീഷണിയുള്ള സമയത്ത് കുട്ടികൾ ദേ ഹാവിങ് എൻ ഇമ്മീഡിയറ്റ് റൈറ്റ് ടു ദെയർ ലൈഫ്, അവരെ സംരക്ഷിക്കേണ്ട ചുമതല സ്റ്റേറ്റ് ഈസ് ഹാവിങ് ദ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് റൈറ്റ്സിൻ്റെ അകത്ത് തന്നെ റൈറ്റ് ടു ലൈഫും തുടങ്ങിയ ബാക്കി പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഒക്കെ വരുന്നതാണ്. പ്രോഗ്രസീവ് റൈറ്റ് ഉണ്ട്, അതിൽ സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ എന്ന രീതിയിലാണ്. അത് ഹെൽത്ത് വരും, എഡ്യൂക്കേഷൻ. കാരണം ആ ബേസിക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് അനുഭവവേദ്യമാകുകയുള്ളൂ. അപ്പം എന്താണ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനകത്ത് വിച്ച് ഇൻക്ലൂഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ്സ് ദാറ്റ് ആർ നോട്ട് കവേർഡ് ബൈ ദി ഫസ്റ്റ് കാറ്റഗറി എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് കാറ്റഗറിയിലില്ലാത്ത അവകാശങ്ങളെയൊക്കെ പ്രോഗ്രസീവ് റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് പറയും. And they are recognized. ഈ രണ്ട് കാര്യങ്ങൾ has been recognized in the Convention on Rights of Child, CRC, under Article 4, which states, with regard to economic, social and cultural rights, the state parties shall undertake such measures to the maximum extent of their available resources and where needed within the framework of international cooperation. ഈ പറയുന്നത് ഇതേപോലെ with regard to economic, social, cultural rights, state party shall undertake measures to the maximum extent of their available resources where needed within the framework of international cooperation. അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ അല്ലെ വിദേശ രാജ്യങ്ങളുടെ സഹകരണത്തോടു കൂടി തന്നെ അതാത് രാജ്യങ്ങൾ ഈ പറഞ്ഞ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് കുട്ടികൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് അവരുടെ മാക്സിമം റിസോഴ്സസ് അവർ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് CRCയിൽ പറയുന്നത്. ഇന്ത്യ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉടമ്പടി 89 വന്ന ശേഷം ഇന്ത്യ ഇതിൽ സിഗ്നേറ്ററി ആയത് 1992 1992 ഇന്ത്യ ഇതിൽ സിഗ്നേറ്ററി ആയത്. ആൻഡ് ദെയർഫോർ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇസ് ഒബ്ലിഗേറ്റഡ് ടു ഇംപ്ലിമെൻറ്റ് ദി റൈറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ UNCRC.
ഇന്ത്യ അതിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പറയുന്ന എല്ലാ പ്രിൻസിപ്പിൾസും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഇന്ത്യ ബാധ്യസ്ഥയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ബാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് പോക്സോ ആക്ട്. നിങ്ങൾ എടുത്തു നോക്കൂ. പോക്സോ ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുകയാണ് ഈ ആക്ട് നിലവിൽ വരാനായിട്ട് സഹായിച്ചത് UNCRC പറഞ്ഞ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡും അതോടൊപ്പം തന്നെ ഭരണഘടനയിലെ അനുച്ഛേദം 15 ക്ലോസ് 3 പറയുന്ന കാര്യവുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നോക്കൂ, 193 രാജ്യങ്ങളിൽ ആസ് ഓഫ് 2011 193 രാജ്യങ്ങളിൽ 191 രാജ്യങ്ങൾ റാറ്റിഫൈ ചെയ്തു. 2 രാജ്യങ്ങൾ അന്നാണ് അതിൽ ഒപ്പുവെച്ചിട്ടില്ല, റാറ്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊന്ന് സൊമാലിയയും മറ്റത് യുണൈറ്റഡ് സ്റ്റേറ്റും. രണ്ട് അന്തരങ്ങളിൽ നിൽക്കുന്നതാണ്. സൊമാലിയയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സൊമാലിയയുടെ ഗവൺമെൻറ്റിന് ഒരു അന്താരാഷ്ട്ര അംഗീകാരമില്ല. ഒരു രാജ്യം നിലവിൽ വരുന്നത് അതിന് ഡി ജൂറെ റെക്കഗ്നീഷൻ ഇൻ്റർനാഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബോഡീസ് അംഗീകരിക്കുമ്പോഴാണ്. ഓക്കെ, ഇത് ഈ രാജ്യത്തെ അംഗീകരിക്കുന്നു, ഇങ്ങനെ രാജ്യമുണ്ടതായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു, UN അംഗീകരിക്കുന്നു, ബാക്കി രാജ്യങ്ങൾ അംഗീകരിക്കുന്നു, എന്നാൽ മാത്രമേ ഒരു രാജ്യം നിലവിൽ വരുള്ളൂ, അല്ലെങ്കിൽ ആ സർക്കാരിനെ അംഗീകരിക്കുന്നു, എന്നാൽ മാത്രമേ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം റെക്കഗ്നീഷൻ ഇല്ലാതെ ഇരിക്കും. അപ്പം എന്താണ്, Somalia does not currently have an internationally recognized government, so ratification is impossible. യുണൈറ്റഡ് സ്റ്റേറ്റ് സംഭവിച്ചു നോക്കുക. ആദ്യം എന്താണ് ഈ പറയുന്നത്, നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന പോലെയാണ് ഇല്ലേ? നമുക്ക് ഇന്നടുത്ത ട്രിപ്പ് പോവാം, അതിന് മുൻകൈ എടുക്കുന്നവൻ അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും, പയ്യ സ്കൂട്ടാവും, എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് പോകും. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടെ സംഭവിച്ചത് സുഹൃത്തുക്കളെ. യുണൈറ്റഡ് സ്റ്റേറ്റ് സംഭവിച്ചത്, വിച്ച് വാസ് വൺ ഓഫ് ദി ഒറിജിനൽ സിഗ്നേറ്ററീസ് of the convention, has failed to ratify the treaty because of the concerns about its potential impact on national sovereignty and the parent-child relationship. നോക്കൂ, രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ബാധിക്കുകയോ ആ രാജ്യത്തുള്ള മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തെ അത് ഉലയ്ക്കുമോ എന്ന രീതിയിലുള്ള ഒരു കൺസേണിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക അതിൽ ഒപ്പുവെക്കാതെ ഇരുന്നത് ആസ് ഓഫ് 2011 എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് UNCRC ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത്. തന്നെ അമേരിക്കയിൽ 2 കുട്ടികൾ നിൽക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവരെ നോക്കുകയാണ് ഞാൻ എന്താണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പറയാൻ പോകുന്ന വേറെ ഒന്നുമില്ല, നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ കുട്ടികളുടെ അവകാശം എന്തൊക്കെയാണെന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവരെ ഇന്ത്യയുടെ അവകാശങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കാം. അതിലാദ്യമായിട്ട് അവകാശങ്ങളെപ്പറ്റി പറയണമെങ്കിൽ ഈ അവകാശങ്ങൾക്കെല്ലാം സാധുത ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ ഭരണഘടനയാണ്. ഫണ്ടമെൻ്റൽ ലോ ഓഫ് ലാൻഡ് ഇല്ലേ? ഈ ഭരണഘടന അംഗീകരിക്കുക അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന നിയമങ്ങൾക്ക് മാത്രമേ ഇവിടെ സ്ഥിരതയുള്ളൂ. അല്ലാത്തുള്ള നിയമങ്ങളെല്ലാം ജുഡീഷ്യറി എടുത്ത് വെളിയിൽ കളയും എന്നാണ്. എന്താണ് ജുഡീഷ്യറി? ഇറ്റ് ക്യാൻ ഡിറ്റർമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് എ ലോ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ജുഡീഷ്യൽ റിവ്യൂ, ആർട്ടിക്കിൾ 13. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അവകാശങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്തതിലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 14 ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. നോക്കൂ, എല്ലാവരെയും സമത്വം അല്ല ഒരേപോലെ ഷുഡ് ഹാവ് എൻ ഇക്വാളിറ്റി ബിഫോർ ദ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരേപോലെ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ, നിയമത്തിന് സംരക്ഷണവും എല്ലാവർക്കും ഒരേപോലെ. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളെ ഒരു ക്ലാസ് ആയിട്ട് കാണുകയാണെങ്കിൽ കുട്ടികൾക്കെല്ലാം നിയമം ഒരേപോലെ ആയിരിക്കണം, കുട്ടികൾക്കെല്ലാം നിയമത്തിൻ്റെ സംരക്ഷണം ഒരേപോലെ ആയിരിക്കണം എന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15 എന്താ പറയുക? ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി സിറ്റിസൺ എന്ന്. പേഴ്സൺ, സിറ്റിസൺ, ഇതെല്ലാവരും വ്യക്തികൾ. ഇപ്പം ഇന്ത്യയിലെ സിറ്റിസൺ അല്ലെങ്കിൽ കൂടി ആർട്ടിക്കിൾ 14 അവർക്ക് അനുഭവം വേദ്യമാണ്. കാരണം നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. ആർട്ടിക്കിൾ 15 വരുമ്പോൾ നോക്കൂ, സിറ്റിസൺ, പൗരന്മാർക്ക്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾ അതിൽ പ്രധാനപ്പെട്ടതിൽ ആർട്ടിക്കിൾ 15 ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നോക്കേണ്ടതാണ് വിവേചനത്തിനെതിരായിട്ടുള്ള അവകാശം. ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപവകുപ്പായ ആർട്ടിക്കിൾ 15 ക്ലോസ് 3, ആർട്ടിക്കിൾ 15 ക്ലോസ് 3 പറയുന്നു, nothing in this article shall prevent the state from making special provisions for women and children. കുട്ടികൾക്കും വനിതകൾക്കും വേണ്ടി പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് ഈ പ്രൊവിഷൻ ഒരു തടസ്സമായിരിക്കില്ല.
കുട്ടികൾക്കും വനിതകൾക്കും പ്രത്യേക നിയമം നിർമ്മിക്കുമ്പോൾ അത് ഒരു തരത്തിലൊരു വിവേചനമല്ലേ എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഇത് പറയേണ്ടതാണ്. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, പോസിറ്റീവ് അസേർഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം ഇക്വാളിറ്റി, വിവേചനം, ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ ലഭിക്കണം. എന്നാൽ എല്ലാവർക്കും ഒരേപോലെ ആബ്സല്യൂട്ടായിട്ട് അവസരങ്ങൾ ലഭ്യമാകണമെന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇക്വിറ്റി എന്നൊരു പ്രിൻസിപ്പിളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എന്താണെന്നറിയോ, ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നു, ആ മാച്ച് ഒരു മതിലിൻ്റെ അപ്പുറത്ത് നിന്ന്, ആ ഒരു മതിൽ ഇങ്ങനെയുണ്ട്, അതിൻ്റെ അപ്പുറത്താണ് മാച്ച് നടക്കുന്നത്, പലതരം പൊക്കത്തിലുള്ള ആൾക്കാർ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇക്വാളിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് എല്ലാവർക്കും ഒരേ പ്ലാറ്റ്ഫോം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആ മാച്ച് കാണാൻ സാധിക്കുമോ? ഇല്ല. അപ്പം എല്ലാവർക്കും ഒരേ പ്ലാറ്റ്ഫോം ഇട്ടിട്ട് കൊടുത്താൽ കാര്യമില്ല. കാരണം പല പല പൊക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ മാച്ച് നേരെ കാണാൻ സാധിക്കണമെന്നില്ല, എല്ലാവർക്കും കാണാൻ സാധിക്കണമെന്നില്ല. അവനവൻ്റെ പൊക്കത്തിനനുസരിച്ച് എത്ര ഉയരത്തിലാണോ വെക്കേണ്ടത് അത്ര ഉയരത്തിൽ വെച്ചാൽ എപ്പോഴാണോ അവന് മാച്ച് കാണാൻ സാധിക്കുന്നത് അത്രയും ഉയരം കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇക്വിറ്റി അല്ലേ, എല്ലാവർക്കും അവർക്ക് ആ ഗെയിം, എല്ലാവർക്കും ഒരേപോലെ ഗെയിം കാണാൻ സാധിക്കണം. അതിന് അവരുടെ പൊക്കത്തിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോം റെഡിയാക്കി കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക, അതാത് പൊക്കത്തിനനുസരിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കുന്നു, അവർക്കവിടെ ഇക്വിറ്റി നടപ്പിലാക്കുന്നു. അതുകൊണ്ട് വിമൻ ആൻഡ് ചിൽഡ്രനെ നമ്മളൊരു പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് കൊണ്ട് വനിതകൾക്കും കുട്ടികൾക്കും ഒരു പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്ന് അവർക്കും ആ സമൂഹത്തിലെ ഇക്വിറ്റബിൾ സൊസൈറ്റിയിലേക്കാണ് കുട്ടികളെ നയിക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടു, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞു. അപ്പം അതിലേക്ക് കുട്ടികളെയും വനിതകളെയും മുന്നോട്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് പറയുന്നത്. തുടർന്ന് നത്തിങ് ഇതെന്താണ്, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺസ്, അതോടൊപ്പം ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിൽ അവിടെയുള്ള പൗരന്മാർക്കൊക്കെ പ്രത്യേക പ്രൊവിഷൻസ് ഒക്കെ നിർമ്മിക്കാമെന്നും ആർട്ടിക്കിൾ 15 പറയുന്നു. അപ്പോൾ അത് കുട്ടികൾക്കും അത് ബാധകമായിരിക്കും എന്ന് ഓർക്കണം. ആർട്ടിക്കിൾ 17 പിന്നെ പ്രധാനമായി വരുന്നത് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബോളിഷ്ഡ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ക്രിമിനൽ ഒഫൻസ് by this constitution and its practice is been prohibited by law. നിയമപ്രകാരം നിരോധിക്കപ്പെട്ടതാണ് ഈ തൊട്ടുകൂടായ്മ എന്ന ഈ ഒരു വിവേചനം ഒരു കാര്യം ചെയ്യുന്നത്. ഇപ്പം ഇന്ന വർഗത്തിൽ ഇന്ന ജാതിയിൽ നിന്ന് വന്നത് അവൻ്റെ അടുത്ത് കൂട്ടൊന്നും കൂടരുത് കേട്ടോ, അവൻ്റെ അടുത്ത് പോലും വരുന്ന ഭക്ഷണം പോലും മേടിച്ച് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു വിടുന്ന ഓരോ കുടുംബ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ തന്നെ ഇൻജക്റ്റ് ചെയ്യാണ്, ഓക്കെ ഐ ആം ഡിഫറെൻറ്റ്, ഐ ആം ലിറ്റിൽ മോർ അപ്പ് ദാൻ യു എന്ന രീതിയിലേക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഓരോ ഭാവങ്ങൾ അപ്പം ആ ഒരു കാറ്റഗറിയെ പോലും അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. കുട്ടികളിലേക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് അല്ല, ഇങ്ങനെയുള്ള പോയിസൺ ഇൻജക്റ്റ് ചെയ്യരുത്. അത് ഏറ്റവും പ്രധാന അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. ഇപ്പം കാര്യമൊക്കെ മാറി, ഇപ്പം എല്ലാവരും പരസ്പരം ഇടപഴകുന്നൊക്കെ ഉണ്ട് താനും. പക്ഷേ എന്നിരുന്നാലും കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു പാരൻസ് ഇൻസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതായിട്ട് നമ്മുടെ അറിവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ്. ഒരു തരത്തിലും വി ഷുഡ് അവരെന്താണ് എന്ന് വെച്ചാൽ ഉടനെ പോയി അവരുടെ സമ്മതമൊന്നും ഇല്ലാതെ അവരെ പോയി പെട്ടെന്ന് കെട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല പറയുന്ന അൺടച്ചബിലിറ്റി. അവരെ മാറ്റി നിർത്തരുത്, അവരെ ഇൻവിസിബിൾ പേഴ്സൺ ആയിട്ട് കാണരുത്, അല്ലെ അവരെ ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവർ ഒരു പങ്കാളിയാണെന്ന് കാണണം. അല്ലാത്ത പക്ഷം അങ്ങനെ കണ്ടില്ലെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും അൺടച്ചബിലിറ്റി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് എന്ന് പറയും. സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്റ്റും ഹ്യൂമൻ റൈറ്റ്സ് ആക്റ്റൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമാണ് ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി. അതാണ് കുട്ടികളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നു, പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. പിന്നെ വരുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 പ്രധാനമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും, ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ടു ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻസ് അല്ലേ, ഒരു അസോസിയേഷൻ രൂപീകരിക്കുക. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് രാജരാജേശ്വരി അധോലോക സംഘം എന്നൊക്കെ പറയുന്ന പോലെ ഒരു അസോസിയേഷൻ അല്ല, നിയമപരമായിട്ടുള്ള അസോസിയേഷൻ രൂപീകരിക്കുക. അധോലോകമൊന്നും രൂപീകരിക്കാൻ പറ്റില്ല. ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻ എന്ന് പറയും. നമുക്ക് അസോസിയേഷൻ രൂപീകരിക്കാം, യൂണിയൻ ട്രേഡ് യൂണിയൻസ് ഒക്കെ രൂപീകരിക്കാം. ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ കൺട്രി, എവിടെ വേണോ ഇന്ത്യയിൽ എവിടെ വേണോ ട്രാവൽ ചെയ്യാം, ബ്ലോഗ് എടുക്കാം, എന്ത് വേണോ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ. ഇപ്പം ഇന്ത്യയിൽ എവിടെയും പോയി നമുക്ക് താമസിക്കാം, പക്ഷേ ഇതൊക്കെ ഒരു നിയന്ത്രണമുണ്ട്. ചില ഭാഗങ്ങൾ നാഗാലാൻഡിൽ ട്രൈബൽ ഏരിയാസിൽ നമുക്ക് പോയി താമസിക്കാൻ പറ്റില്ല. അവരുടെ കൾച്ചർ, അവരുടെ എത്തനിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് താമസിക്കാനും അവിടെ പ്രവേശനമോ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ എന്താണ്, അസോസിയേഷൻ യൂണിയൻ രൂപീകരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് എതിരായിട്ടായിരിക്കരുത്.
അത് പ്രധാനം. പിന്നെ വരുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, അതേപോലെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയോ അഖണ്ഡതയോ ബാധിക്കുന്ന രീതിയിലോ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദത്തെ ബാധിക്കുന്ന രീതിയിലോ ഒന്നും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ നിശബ്ദമായിരിക്കാനുള്ള അവകാശവും നമുക്കുണ്ടാവും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നാണ്. വെദർ എക്സ്പ്രഷൻ ഓൾസോ കണ്ടെയ്ൻസ് ദ റൈറ്റ് ടു റിമെയിൻ സൈലൻറ്റ്. നമുക്ക് നിശബ്ദമായിരിക്കുവാനുള്ള അവകാശവും ഈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിലുണ്ടോ എന്നാണ് ചോദ്യം. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു കേസിനെ സംബന്ധിച്ച് പറയാം. ഒരു സ്കൂൾ അസംബ്ലി നടക്കുന്നു. സ്കൂൾ അസംബ്ലിയിൽ എല്ലാവരും അസംബ്ലിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അവസാനം നാഷണൽ ആന്തം പാടുകയാണ്. അപ്പം നമ്മൾ സ്ട്രൈറ്റ് നിന്ന് അറ്റൻഷൻ നിന്ന് നമ്മൾ ജനഗണമന പാടുകയാണ്. അപ്പോൾ പാടുന്ന സമയത്ത് ആ സ്കൂളിലെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും അത് പാടണം എന്നാണ്. ജനഗണമന, നമ്മുടെ നാഷണൽ ആന്തം പാടണമെന്നാണ് പറയുന്നത്. ഈ പാടുന്ന സമയത്ത് 2 കുട്ടികൾ അവർ പാടാതെ എന്നാൽ അറ്റൻഷനായി നിൽക്കുകയും മൗനം അവലംബിക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രിൻസിപ്പൽ എന്ത് ചെയ്യുന്നു അറിയോ? ഈ കുട്ടികളെ സ്കൂളിൽ നിന്നും പുറത്താക്കി. കുട്ടികൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു, റിറ്റ് ഫയൽ ചെയ്തു. ഈ സ്കൂളിൻ്റെ നടപടി നിയമപരമല്ലാത്തതാണ്. അപ്പം പ്രിൻസിപ്പൽ, ആ സ്കൂളിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്കൂള് പറഞ്ഞു നാഷണൽ ആന്തം എല്ലാവരും പാടേണ്ടതാണ്. പാടാതിരിക്കുന്നത് അതിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ കുട്ടികൾ ഈ ദേശീയഗാനത്തെ അപമാനിച്ചിരിക്കുന്നു. അത് സ്കൂളിൽ കണ്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് കുട്ടികളെ പുറത്താകുന്നു. കുട്ടികളുടെ വശമെന്ന് പറയുന്നത് കുട്ടികൾ ജഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന ജഹോവ സാക്ഷികൾ എന്ന് പറയുന്ന പ്രത്യേക മതവിഭാഗത്തിൽ വരുന്ന ഒരു കുട്ടികളാണ്. അവർക്ക് അവരുടെ ദൈവമല്ലാതെ ആ പ്രത്യേക വിഭാഗത്തിലുള്ള അവരുടെ ആചരണങ്ങളല്ലാതെ വേറെന്തിനേയും സ്മരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ കുട്ടികൾ എന്ത് ചെയ്തു? അവർ എഴുന്നേറ്റ് നിന്നും ദേശീയഗാനത്തെ ബഹുമാനിക്കുകയൊക്കെ ചെയ്തു, പാടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് കുട്ടികളുടെ കണ്ടീഷനും വെച്ചത്. പക്ഷെ ഹൈക്കോടതി പറഞ്ഞു സ്കൂളിൻ്റെ ഭാഗത്താണ് ശരിയെന്ന് പറയും. ഈ കുട്ടികൾ നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ പോയപ്പം കേസ് തിരിഞ്ഞു. എങ്ങനെയാണെന്നറിയോ? സുപ്രീം കോടതി പറഞ്ഞു അവർ റൈറ്റ് ടു റിലീജിയൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്, ആർട്ടിക്കിൾ 25 റൈറ്റ് ടു റിലീജിയൻ, അത് ഫോളോ ചെയ്യാനും പ്രൊഫസ് ചെയ്യാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. 1. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ റൈറ്റ് ടു റിമെയിൻ സൈലൻറ്റ്, അവരുടെ ഫ്രീഡമാണ് അവർ ഉപയോഗിച്ചത്. നിശബ്ദമായിരിക്കുവാനുള്ള അവകാശം അവർക്കുണ്ട്. അത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. യുവർ സൈലൻസ് ഈസ് മോർ എലക്വൻറ്റ് ദാൻ യുവർ വേർഡ്സ് എന്ന് പറയും. നിങ്ങളുടെ നിശബ്ദത, നിങ്ങളുടെ മൗനം നിങ്ങളുടെ വാക്കുകളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരാശയം. അപ്പം ഈ മൗനം, ദിസ് ഈസ് ഓൾസോ എ ഫോം ഓഫ് എക്സ്പ്രഷൻ. അപ്പം ഈ 2 റൈറ്റ് ആ കുട്ടികൾക്കുണ്ട്. മാത്രവുമല്ല ഈ ദേശീയഗാനത്തെ അവർ അപമാനിച്ചിട്ടുമില്ല. കാരണം അവർ ബഹുമാന പുരസ്സരം അവർ എഴുന്നേറ്റ് നിന്നു, അറ്റൻഷനിലുള്ള ഇടം നിന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കോടതി വിധി പറയുന്നു എന്താണ്? റൈറ്റ് ടു റിമെയിൻ സൈലൻറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നു. ഈ കേസിൻ്റെ പേര് ബിജോയ് ഇമാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. കുട്ടികളുടെ അവർ ഹാവ് ടു റെസ്പെക്ട് ദെയർ വ്യൂസ് എന്ന് UNCRCയിൽ കണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഭരണഘടനയിലും ഈ ഭാഗങ്ങളും പറയുന്നത്. നേരത്തെ ഭരണഘടനയിലുള്ളത് തന്നെയാണ് കുട്ടികൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓൾ സിറ്റിസൺസ് എന്നല്ലേ പറയുന്നത്. എല്ലാവർക്കും, കുട്ടികൾക്കും പ്രായഭേദമന്യേ എല്ലാ പൗരന്മാർക്കും ഇത് ബാധകമായിരിക്കും. ആർട്ടിക്കിൾ 21 ഏറ്റവും പ്രധാനപ്പെട്ട ജീവിക്കുവാനുള്ള അവകാശം നമ്മുടെ ഭരണഘടനയിലുള്ളത്. അത് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ്, നോക്ക്, വ്യക്തി, പൗരനല്ല, നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഫോർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമപ്രകാരമല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനെ, സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ഒരു സ്റ്റേറ്റിനും അധികാരമില്ല എന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് ജീവിക്കുവാനുള്ള അവകാശം ഭരണഘടനാ മൂല്യം ആയിട്ട് പറയുന്നു. അത് ഉറപ്പുവരുത്തേണ്ട സ്റ്റേറ്റിൻ്റെ ചുമതലയാണെന്ന് പറയുന്നു. കുട്ടികൾക്കും ഇത് ബാധകമാണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ഭാഗം ആർട്ടിക്കിൾ 21A ഭാഗമായിട്ട് വന്നു. റൈറ്റ് ടു കമ്പൽസറി എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഫ്രീ എഡ്യൂക്കേഷൻ ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ആർട്ടിക്കിൾ 21A ഷാൽ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദി ഏജ് ഓഫ് 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കെല്ലാം
സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം നൽകിയിരിക്കണമെന്ന്, ആ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് എന്നും ഭരണഘടനയിൽ പറയുന്നു. അത് അനുച്ഛേദം 21A അത് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 23 നമ്മൾ നോക്കേണ്ടത്. അതിനകത്താണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യക്കടത്ത്, ഫോർ ബെഗ്ഗിങ് ആക്ടിവിറ്റീസ് ആൻഡ് അതർ സിമിലർ ഫോം ഓഫ് ഫോഴ്സ്ഡ് ലേബർ ആർ പ്രൊഹിബിറ്റഡ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കുട്ടികളെ എന്തെങ്കിലും മൈനിങ് ആക്ടിവിറ്റീസിൽ അതിലേക്ക് കുട്ടികളെ ഫോഴ്സ് ചെയ്യുക, തൊഴിലെടുക്കാൻ നിർബന്ധിക്കുക, പല പല പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് നയിക്കുക, പിന്നെ മനുഷ്യരെ കടത്തുക, പുറം രാജ്യങ്ങളിലേക്ക് കടത്തുക, ഇങ്ങനെ കുറേ ഇഷ്യൂസ് പറയുന്നത്. അതിലൊക്കെ ചൂഷണത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഈ ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം കുട്ടിക്കുണ്ട്. അപ്പോൾ കുട്ടിക്കൊരു ചൂഷണം നേരിടുകയാണെങ്കിൽ എന്താണ്, അതിനെതിരെ കുട്ടിയെ സംരക്ഷിക്കണം. കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല സ്റ്റേറ്റിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചൂഷണങ്ങൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 24 പ്രകാരം ചൈൽഡ് ലേബർ, കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുക. No child below the age of 14 years shall be employed to work in any factory or mine or engaged in any hazardous employment. അപകടകരമായ ജോലി സ്ഥലങ്ങളിലും മൈനുകളിലും ഫാക്ടറീസിലുമൊക്കെ കുട്ടികളെ കൊണ്ട് അവരെ തൊഴിലെടുപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ചുമതല സ്റ്റേറ്റിനുണ്ട്. അപ്പോൾ ഈ ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് കാണുകയാണെങ്കിൽ നിങ്ങൾ ചൈൽഡ് ലൈനിലോ 1098 112 ഒക്കെ വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. പിന്നെ വരുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഇതിലെന്താ ചെയ്യാൻ സാധിക്കുക? ഇത് നിർദ്ദേശക തത്വങ്ങൾ, അതാത് ഗവൺമെൻറ്റുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിൽ ഊന്നിയായിരിക്കണം അവർ നിയമം നിർമ്മിക്കേണ്ടതും ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കേണ്ടതും എന്നും പറയുന്ന ആണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ കിടക്കുന്ന അത്രയും അനുച്ഛേദങ്ങളിലായിട്ട് കിടക്കുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇതിൽ പറയുന്നു എന്താണ്, അതിൽ 39E പറയുന്നുണ്ട്. 39E ഒരു കാര്യം പറയുന്നു, The tender age of children are not abused and not forced by economic necessity to enter a vocation unsuited to their age or strength. എന്താണ്, കുട്ടികളെ അവരുടെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സാമാന്യമായ അർത്ഥം കുട്ടികൾക്ക് പ്രായത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യിക്കുക, അവരുടെ പ്രായത്തിന് കവിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ബാധ്യതകൾ കുട്ടികളിലേക്ക് കൊടുക്കരുത് എന്ന് പറയുന്നു. പിന്നെ that children are given opportunities and facilities to develop in a healthy manner and conditions of freedom and dignity, and that childhood be protected against exploitation and against moral and material abandonment. അറിയാലോ ഇത് കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. ഓപ്പർച്യൂണിറ്റി, കുട്ടികൾക്ക് അവരുടെ സമ്പൂർണ്ണ വികാസത്തിനായിട്ടുള്ള സാധ്യതകളും അന്തരീക്ഷവും ഒക്കെ ഒരുക്കി കൊടുക്കുക എന്നാണ് ഈ കാര്യത്തിൽ 39EF പറയുന്നത്. വേറൊരു കാര്യം കൂടി പറയാം. ഈ ആർട്ടിക്കിൾ 39A ഉണ്ട്. ആർട്ടിക്കിൾ 39A ഉണ്ട്. 39A റൈറ്റ് ആക്സസ് ടു ജസ്റ്റിസ് എന്ന് പറയും. ആക്സസ് ടു ജസ്റ്റിസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഫ്രീ ലീഗൽ എയ്ഡും പറയും. ഫ്രീ ലീഗൽ എയ്ഡും ഇതും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. കാരണം എല്ലാവർക്കും നീതിക്കായിട്ടുള്ള തുല്യമായ അവകാശം, അതൊരു മനുഷ്യാവകാശം അല്ലെങ്കിൽ മൗലികാവകാശമാണ് പറയുന്നത്. അതിനെ ഉറപ്പ് വരുത്തേണ്ടതും സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് 39A പ്രകാരം ആക്സസ് ടു ജസ്റ്റിസ്, ഫ്രീ ലീഗൽ എയ്ഡ് അത് പ്രൊവൈഡ് ചെയ്യുക. കുട്ടികൾക്കായാലും വനിതകൾക്കായാലും സൗജന്യ നിയമസഹായങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതിനാണ് കെൽസ, എന്താണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട്, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, പിന്നെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, സൗജന്യ താലൂക്ക് ലീഗൽ സർവീസസ്, അങ്ങനെ പറഞ്ഞ് കുട്ടികൾക്കും എല്ലാം സൗജന്യ നിയമസഹായം, നിയമപരിരക്ഷയൊക്കെ നൽകാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്സസ് ടു ജസ്റ്റിസ്. നീതിക്ക് എല്ലാവർക്കും ഒരേപോലെ ആക്സസ് കിട്ടണം. അതൊരു പ്രധാനമായ ഭാഗമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് വരുന്നത്. പിന്നെ വരുന്നത് ആർട്ടിക്കിൾ 45 പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അൺടിൽ ദേ കംപ്ലീറ്റ് ദി ഏജ് ഓഫ് 6 years. 6 വയസ്സ് വരെ ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അവർക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് ആർട്ടിക്കിൾ 45 പ്രകാരം. 46 പ്രകാരം ഷാൽ പ്രൊമോട്ട് വിത്ത് സ്പെഷ്യൽ കെയർ ദി എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് of the weaker section of the people and in particular of the scheduled caste and scheduled tribe, weaker section of society
ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, അവർക്കൊക്കെ സ്പെഷ്യൽ കെയർ, അവരുടെ സാമ്പത്തികമായ ഉന്നമനത്തിനും വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനും ഒക്കെ ആയിട്ട് പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരിക. കുട്ടികൾ അതിൽ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ അനുച്ഛേദമൊക്കെ കുട്ടികളുടെ സംരക്ഷണമായിട്ട് അല്ലെ കുട്ടികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആർട്ടിക്കിൾ 47 റൈസിങ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പിന്നെ കുട്ടികളുടെ ജീവിത സാഹചര്യത്തെ ഉയർത്തുക, അവർക്ക് പോഷകം നൽകുന്ന അല്ലെങ്കിൽ ആഹാരങ്ങൾ നൽകുക, ആൻഡ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ ആൻഡ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യം അത് ഇമ്പ്രൂവ് ചെയ്യുക. ഇതൊക്കെ ഡയറക്റ്റീവ് സ്റ്റേറ്റിൻ്റെ അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യേണ്ടത്. ആർട്ടിക്കിൾ 51 ഫോസ്റ്റർ റെസ്പെക്ട് ഫോർ ഇൻ്റർനാഷണൽ ലോ ആൻഡ് ട്രീറ്റി ഒബ്ലിഗേഷൻ, അന്താരാഷ്ട്ര നിയമങ്ങളും അന്താരാഷ്ട്ര ഉടമ്പടികളെയും മാനിക്കുക. ആർട്ടിക്കിൾ 51 അതിൻ്റെ പ്രകാരമാണ് UNCRCയിൽ ഇന്ത്യ സിഗ്നേറ്ററി റാറ്റിഫൈ ചെയ്തത്. UNCRCയിൽ എന്നാണ് 1992 ഇന്ത്യ റാറ്റിഫൈ ചെയ്തത്. UNCRCയിൽ ഇന്ത്യ ഭാഗമായത്. പിന്നെ ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് എവിടെയായി? 51 കഴിഞ്ഞാൽ 51A വന്നാൽ ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസായി. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ അവസാനമായി ചേർക്കപ്പെട്ട 2002 ഒരു 86ാം അമെൻമെൻറ്റ് പ്രകാരം ചേർത്തതാണ് 51A ക്ലോസ് കെയിൽ പറയുന്നു. കുട്ടികളുടെ രക്ഷകർത്താവോ കുട്ടികളുടെ മാതാപിതാക്കളോ കുട്ടികൾക്ക് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കെല്ലാം അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള ഒരു അന്തരീക്ഷം, അതിനുള്ള അവകാശം, കുട്ടികൾക്ക് അതിനുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് മൗലിക കർത്തവ്യങ്ങളിൽ പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെയും ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇതിൽ പറയുന്ന ഒന്നും ഇപ്പം ചെയ്തില്ലെങ്കിൽ അത് കോടതിയിൽ പോയി ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് ഇല്ലേ, അതിൻ്റെ ചർച്ച ഇപ്പോൾ എല്ലായിടത്തും നടക്കുകയാണ്. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 44 പറയുന്നു, അത് കൊണ്ടുവരണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കോ ആർക്കും കോടതിയെ സമീപിക്കാൻ പറ്റില്ല. കാരണം എന്തെന്നറിയാമോ? ദിസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആസ് വെൽ ആസ് ദിസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റീസിബിൾ എന്നാണ് പറയുന്നത്. നോൺ ജസ്റ്റീസിബിൾ എന്ന് വെച്ചാൽ നോട്ട് എൻഫോഴ്സിബിൾ ത്രൂ കോർട്ട് ഓഫ് ലോ. കോടതി മുഖാന്തരം ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ കോടതിക്ക് ചെയ്യാൻ സാധിക്കും ഈ പറയുന്ന കാര്യങ്ങളെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ അകത്തോട്ട് കൊണ്ടുവരിക. അതിൻ്റെ ഭാഗമായിട്ടാണ് ആർട്ടിക്കിൾ 21 തന്നെ പല പല അവകാശങ്ങളും അതിൻ്റെ കുടക്കീഴിൽ വന്നത്. അപ്പം അത് ഈ പറയുന്ന കുറേ കാര്യങ്ങളാണ്. റൈറ്റ് ടു സേഫ് ഫുഡ്, റൈറ്റ് ടു സേഫ് എൻവയോൺമെൻറ്റ്, ഡിഗ്നിഫൈഡ് ലൈഫ് എന്നൊക്കെ ആർട്ടിക്കിൾ 21 വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ അതിലോട്ട് അഡോപ്റ്റ് ചെയ്ത് കോടതി തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്ത് മൗലികാവകാശങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണത് എൻഫോഴ്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുട്ടികൾക്കും അതിൻ്റെ ഭാഗമായിട്ട് അവർക്കുള്ള സംരക്ഷണം കിട്ടുന്നത്. കുട്ടികളെ കൈവലങ്ങ് വയ്ക്കാൻ പാടില്ല, അറസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വേണ്ട സാഹചര്യങ്ങൾ, ബേസിക് നെസസിറ്റീസ് ഷുഡ് ബി ദെയർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗത്തിലൊക്കെ അഡ്രസ്സ് ചെയ്യും. ഷീല ബർസയുടെ ഒക്കെ കേസിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ ജയിലിലിടാൻ പോലും പാടില്ല എന്ന് പറയും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ കുട്ടികളുടെ ജയിലിൽ പോകും. കുട്ടികളൊരു കുറ്റം ചെയ്താൽ കുട്ടികളെ ജയിലിലടയ്ക്കും, രാത്രി കാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിലിടും, കുട്ടികൾ പല വിധത്തിലുള്ള അബ്യൂസുകൾക്കൊക്കെ വിധേയമാകും. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഇഷ്യൂ ആണ് ഷീല ബർസ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ്. അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും, റിട്ട് ഫയൽ ചെയ്യും. സുപ്രീം കോടതി ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്തു. കുട്ടികൾക്ക് വേണ്ടി കേൾക്കാൻ, അവരുടെ കേസുകൾ കേൾക്കാൻ പ്രത്യേക ഒരു സംവിധാനം, ഒരു ജുവനൈൽ ജസ്റ്റിസ് സംവിധാനം വേണമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി ജുവനൈൽ ഹോംസ്, ഒബ്സർവേഷൻ ഹോംസ് വേണം, ഷെൽട്ടർ ഹോംസ് വേണം എന്നൊക്കെ പറഞ്ഞു. കറക്ഷൻ സെൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് കുട്ടികളുടെ ഒരു അവകാശം, അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശം പൂർണ്ണമായി അവർക്ക് അനുഭവവേദ്യമാകാൻ, അവർക്ക് സംരക്ഷണം നൽകാനും ജുഡീഷ്യറിയും ഒരു പരിധി വരെ കുട്ടികളോടൊപ്പം നിന്നു എന്നാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബേസിക് ലോ, അല്ല ബേസിക് റൈറ്റ്സ് എന്ന് പറയുന്ന കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ബാലസൗഹൃദപരമായ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. തുടർന്നും ഇനിയും പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്, അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ചർച്ച ചെയ്ത ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? നോക്കൂ. വാട്ട് ഈസ് ദ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഏജ് ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ് അക്കോർഡിംഗ് ടു UNCRC? ഏതാണ്? എളുപ്പമാണല്ലോ. ഇനിയിപ്പം ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറയാം. എന്താണ്? ഓപ്ഷൻ
ബി ആണ്, ബിലോ 18 ഇയേഴ്സ്. ഓപ്ഷൻ ബി, ബിലോ 18 ഇയേഴ്സ്. യെസ്, കറക്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെൻ വാസ് ദ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് അഡോപ്റ്റഡ് ബൈ UN ജനറൽ അസംബ്ലി? എന്നാണ് UNCRC അഡോപ്റ്റ് ചെയ്തതെന്നാണ് വർഷം? 88, 90, 89, 91. എന്നാണ് അഡോപ്റ്റ് ചെയ്തത്? ആൻസർ സി, 90. എന്നാണ്? 89, 1989. ഈ പറയുന്ന കാറ്റഗറിയിൽ ഏതാണ് അവകാശ UNCRC പ്രകാരം ഈ അവകാശങ്ങളുടെ കാറ്റഗറിയിൽ വരാത്തത് എന്നാണ് ചോദ്യം. സർവൈവൽ, പ്രൊട്ടക്ഷൻ, ഡെവലപ്മെൻറ്റ്, വെൽത്ത്. ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? അറിയാം, കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആൻസർ ഡി, വെൽത്ത് ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. നോക്കൂ, സൊമാലിയ ആൻഡ് USA ഹാവ് റാറ്റിഫൈഡ് ദി UNCRC ആണോ? ആർട്ടിക്കിൾ 21A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഫോർ ദ ഏജ് ഓഫ് 6 to 14 years. UNCRC obligates state to respect and ensure rights of the children only in wealthy family. സ്വർണ്ണക്കരണ്ടിയായി ജനിക്കുന്ന കുട്ടികൾക്ക് മാത്രം അവരുടെ അവകാശങ്ങളെ മാനിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 24 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോഹിബിറ്റ്സ് ചൈൽഡ് ലേബർ ഇൻ ഹസാർഡസ് ഇൻഡസ്ട്രീസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ, ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചത്. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ 1 and 3 ആണ് വരുന്നത്. ഏത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടോ UNCRC? സൊമാലിയ യുണൈറ്റഡ് സ്റ്റേറ്റ് റാറ്റിഫൈ ചെയ്തിട്ടില്ല. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? UNCRC എന്ന വെൽത്തി ഫാമിലീസിന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഇല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 and 3 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഡസ് ദ റൈറ്റ് ടു സർവൈവൽ ഇൻക്ലൂഡ് ഇൻ അണ്ടർ ദി UNCRC? UNCRC പ്രകാരം റൈറ്റ് ടു സർവൈവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരും, റൈറ്റ് ടു എ നെയിം ആൻഡ് നാഷണാലിറ്റി, റൈറ്റ് ടു ലെഷർ, റൈറ്റ് ടു ഫോം അസോസിയേഷൻ. ഏതാ കറക്റ്റായിട്ട് വരിക? റൈറ്റ് ടു സർവൈവലിനകത്ത് വരിക റൈറ്റ് ടു എ നെയിം ആൻഡ് നാഷണാലിറ്റി. They should have a name and a nationality to be registered. എന്നാണ് അതിൽ പറയുന്നത്, UNCRCയിൽ പറയുന്നത്. ഓക്കെ, അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇൻകറക്റ്റ്, ശരിയല്ലാത്തതെന്നാണ് പറയുന്നത്. നോക്കൂ, ദ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ അണ്ടർ UNCRC ഇൻക്ലൂഡ്സ് ഫ്രീഡം ഫ്രം എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഉള്ളി ആണോ? അല്ല. ദ UNCRC's ഇമ്മീഡിയറ്റ് റൈറ്റ്സ് ഇൻക്ലൂഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആണോ? നോക്കാം. Under the UNCRC, the state parties are not required to undertake measures for children's right to the maximum extent of their available resources ആണോ? അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? മൊത്തത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾ ആർ ഇൻകറക്റ്റ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ഈസ് എ ഗൈഡ് ലൈൻ ഓഫ് വിച്ച് കൺവെൻഷൻ? കുട്ടികളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻ ഏത് കൺവെൻഷൻ്റെ ഭാഗമാണ്? പ്രത്യേകം അടിത്തറയിട്ട് പറഞ്ഞു, ഏതാണ്? UNCRCയുടെ തന്നെയാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, UNCRCയുടെയാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ടു ഡെവലപ്മെൻറ്റ് എന്ന റൈറ്റിൽ UNCRCയുടെ അടിയിൽ എന്തൊക്കെയാണ് റൈറ്റ് ടു ഡെവലപ്മെൻറ്റിൻ്റെ കീഴെ വരുന്ന റൈറ്റ്? പ്രൊട്ടക്ഷൻ ഫ്രം അബ്യൂസ്, സോഷ്യൽ സെക്യൂരിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആംഡ് കോൺഫ്ലിക്ട്സ്. ഏതാണ് കറക്റ്റ് റൈറ്റ് ടു ഡെവലപ്മെൻറ്റിൻ്റെ റൈറ്റ് വരിക? റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്. റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റിയാണ് പ്രധാനമായിട്ട് കണക്കാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? നോക്കാം, ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 17 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ abolishes untouchability. Yes. UNCRC was adopted by UN General Assembly in 1991. No. Under the UNCRC, the right of participation does not include respect for the views of the state. No. So, which is the correct option എന്നാണ് ചോദ്യം. So, the answer is D, only one. ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. എന്ന് അഡോപ്റ്റ് ചെയ്ത 89 റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ ഓൾസോ ഇൻക്ലൂഡ് റെസ്പെക്ട് ഫോർ ദ വ്യൂസ് ഓഫ് ദി ചൈൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ആർട്ടിക്കിൾ 21A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ എൻഷുർ ചെയ്യുന്നത്? റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു പ്ലേ, റൈറ്റ് ടു ഹെൽത്ത് കെയർ ഓർ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇതിൻ്റെ ഭാഗമാണ്. ആർട്ടിക്കിൾ 21A ആണ്, അമെൻമെൻറ്റ് പ്രകാരം വന്നതാണ്. സുപ്രീം കോടതി വിധിന്യായങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു പ്രത്യേക അമെൻമെൻറ്റ് വഴി, ഭരണഘടനാ ഭേദഗതി വഴി ആർട്ടിക്കിൾ 21A മൗലിക അവകാശമായിട്ട് വന്നത്. ഓക്കെ, നമ്മൾ ഇത്രയുമാണ് ജനറലി നമ്മുടെ ബാലാവകാശങ്ങളുടെ ഒരു ആമുഖമായിട്ട് പറയുന്നത്. ഇനിയും നിയമങ്ങളുണ്ട്, അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.